നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നത് ഒരു ബാലികേറാ മലയായി തുടങ്ങി. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാതൃകയിലാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. റോഡ് സുരക്ഷയ്ക്കും വാഹനം ഓടിക്കാൻ നന്നായി പഠിച്ച ശേഷമേ ടെസ്റ്റ് വിജയിക്കുവാൻ സാധിക്കൂ എന്നതും ഈ പുതുരീതിയുടെ നല്ല വശങ്ങളാണെങ്കിലും ഇത്തരം ടെസ്റ്റുകൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ പ്രാപ്തരാക്കുവാൻ വേണ്ടി വലിയ സൗകര്യങ്ങൾ ചെയ്യണം എന്നതുകൊണ്ടും വളരെ കൂടുതൽ നാൾ പരിശീലനത്തിന് സമയം വേണ്ടിവരും എന്നതിനാലും ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നത് വലിയ പണച്ചിലവേറിയ ഒന്നായി മാറിക്കഴിഞ്ഞു. ഏകദേശം 40,000 മുതൽ 50,000 രൂപയോളം ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇനി മുതൽ നൽകേണ്ടി വരുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത് സാധാരണക്കാരുടെ ഡ്രൈവിംഗ് പഠനം വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. പരിഷ്കരിച്ച നിയമപ്രകാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഇനി എച്ചെടുക്കേണ്ടത്. ടാർ റോഡിലൂടെയോ കോൺക്രീറ്റ് റോഡിലൂടെയോ ഉള്ള വരകളിലൂടെ വേണം ഡ്രൈവിംഗ്. ആംഗുലർ പാർക്കിംഗ്, അതായത് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, പാരൽ പാർക്കിംഗ്, സിങ്സാങ് ഡ്രൈവിംഗ്, അതായത് വളവ് പോലെ കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുന്നോട്ടെടുക്കുക തുടങ്ങിയതാണ് ഉറപ്പായും വിജയിക്കേണ്ട പുതിയ പരീക്ഷകൾ. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽ കൊണ്ട് നിയന്ത്രിക്കാവുന്ന ഗിയറുള്ള വാഹനമാകണം. നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ നീക്കം ചെയ്യണം. പകരം 15 വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കണം. ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ LMV വിഭാഗം വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനായുള്ള ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വാങ്ങിവെക്കണം. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് MVI കൊണ്ടുപോകണം. ഡേറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകണം. ഡേറ്റ 3 മാസത്തേക്ക് സൂക്ഷിക്കുകയും വേണം. റോഡ് സുരക്ഷയ്ക്കായുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയാൽ അത് പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പഴയകാല ഡ്രൈവിംഗ് ടെസ്റ്റുകളെ മറക്കാം. പുതിയ രീതിയിലേക്ക് നമുക്കും മാറ്റാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.